രാവിലെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് ചെടിയൊക്കെ നനച്ചേക്കാം എന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇന്നലെ രാത്രി മഴ നല്ല തകൃതിയായി പെയ്തിട്ടുണ്ടെന്ന കാര്യം മനസ്സിലായത്. അതുകൊണ്ട് ചെടി നനയൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റിവെച്ച് ചെടികളെയും പൂക്കളെയും മറ്റു കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ കുറച്ചു നേരം നടന്നു. ഇന്ത്യ വിട്ട് പുറത്തൊക്കെ താമസിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വിൻ്ററിൽ ഈ ഒരു കാര്യം ഞാൻ വല്ലാതെ മിസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് വീട്ടിലുള്ളപ്പോൾ രാവിലെ നല്ല വെയിലാകുന്നതിന് മുൻപും വൈകുന്നേരം വെയിലാറിയതിന് ശേഷവും കുറച്ച് സമയം ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കും. പൂക്കൾ അവർ ഏത് ഫോമിലാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ? പൂമുട്ടുകൾക്കൊരു ഭംഗിയാണെങ്കിൽ വിരിഞ്ഞു നിൽക്കുന്നവയ്ക്ക് മറ്റൊരു ഭംഗി. അത് കഴിഞ്ഞ് മണ്ണിൽ പരവതാനി വിരിച്ചിങ്ങനെ പൊഴിഞ്ഞു കിടക്കുമ്പോൾ വേറൊരു ഭംഗി. എന്തൊക്കെയോ പറയാൻ ബാക്കി വെച്ചിട്ടുള്ളത് പോലുള്ള മട്ടിൽ ഇവർ ഇങ്ങനെ പൊഴിഞ്ഞു വീണ് കിടക്കുന്ന ഭംഗി നോക്കിയിരുന്ന് അങ്ങനെ ആലോചിച്ച് കാട് കയറിയപ്പോൾ ആകണം പണ്ട് കുമാരനാശാൻ തൻ്റെ വീണപ്പൂവ് എഴുതിയിട്ടുള്ളത്. ഇനിയും ഇവിടെ നിന്നാൽ ചിലപ്പോൾ ഞാനും ഒരു കവയത്രയൊക്കെ ആയി പോയാലോ? ലോൾ, അതുപോലൊരു വശ്യത ഇവർക്കുണ്ടെന്ന് കൂട്ടിക്കോ. അതൊക്കെ കഴിഞ്ഞ് വന്നൊരു ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോൾ അമ്മ ഇലയുടെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ പോയി ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. അത്രയേ ഉള്ളൂ. ബൈ.